എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ. ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ വന്നിറങ്ങിയിരുന്ന ആ പുരാതന മുസരീസ് തുറമുഖത്ത് അദ്ദേഹം ഭാരതത്തിലെ ആദ്യ ചുവടുവെച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ആത്മീയ യാത്ര കേരളത്തിലെങ്ങും കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവിതാംകോട് എന്നിങ്ങനെ ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് തിരിതെളിച്ചു. 20 വർഷത്തെ തന്റെ പ്രേഷിത ദൗത്യത്തിനൊടുവിൽ തോമാസ് ലീഹ ചേരരാജ്യത്തിലെ മൈലാപ്പൂരിൽ വെച്ച് AD 72 രക്തസാക്ഷിത്വം വരിച്ചു. ആ മരണത്തിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 3 ദുഃഖ്രാന. കേരള മണ്ണിൽ സുവിശേഷത്തിന്റെ ആദ്യ വിത്തുകൾ വിതച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ 7 പള്ളികളിലൂടെ വിശ്വാസത്തിന്റെ ചരിത്രം തേടി ഒരു ആത്മീയ യാത്ര, തീർത്ഥയാത്ര. കേരളോത്പത്തിയിൽ നിർമ്മണെന്ന് പരാമർശിക്കപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ നിരണം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു പ്രധാന രാജ്യാന്തര വാണിജ്യ കേന്ദ്രമായിരുന്ന ഈ പ്രദേശത്തെ പാശ്ചാത്യർ നെൽക്കണ്ട എന്നാണ് വിളിച്ചിരുന്നത്. സുവിശേഷവുമായി നിരണത്തെത്തിയ വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച പുരാതന ദേവാലയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പത്തനംതിട്ട ജില്ലയിൽ AD 54 സ്ഥാപിതമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിലെ ദിവ്യബലിയുടെ പരിശുദ്ധിയിൽ പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ വലിയ പള്ളിയുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെയും വിശ്വാസ പാരമ്പര്യത്തെയും അടുത്തറിയുന്നത്. എപ്പോഴും ആയിരിക്കട്ടെ. ഞങ്ങളെ തോമസ് ലീഹയുടെ 7 പള്ളികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനയാത്രയിലാണ് വെച്ചാൽ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിരണത്തെ കുറിച്ചും ഈ പള്ളിയെ കുറിച്ചും ഇതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് വന്നതാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്നത് കൊണ്ട് പല ആളുകൾ ഈ ദേവാലയത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇരുവരും ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് തുനിഞ്ഞതിൽ ഏറെ സന്തോഷം. കാരണം പലപ്പോഴും ക്രൈസ്തവരുടെ ഇടയിൽ, നസ്രാണികളുടെ ഇടയിലെ ഒരു വലിയ കുറവാണ് ചരിത്രബോധം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം എന്ന് പറയും. ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ 7 പള്ളികളിലെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ്. നിരണം ദേശത്തേക്ക് കടന്നു വരുമ്പോൾ നിരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ നിരണം എന്നാണ്. അതായത് രണമില്ലാത്ത ഭൂമി എന്നാണ് ഇതിൻ്റെ അർത്ഥം. മതസൗഹാർദ്ദത്തിൻ്റെയും സാമൂഹികമായ ഐക്യത്തിൻ്റെയും ഒരു പ്രദേശമാണ് നിരണം എന്ന് പറയും. അത് ക്രിസ്തുവിന് മുമ്പ് തന്നെ പുകഴ്പെറ്റ പെരിയ ഒരു പ്രശസ്തിയുള്ള ഒരു ദേശം കൂടെയാണ്. ഇത് ഒരു സമുദ്ര തീരമായിരുന്നു എന്ന് ആദ്യമേ തന്നെ വിശ്വസിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പോൾ താഴേക്കുള്ള ഭൂമി ഒരു കിണറിനോ വീട് ആവശ്യങ്ങൾക്കോ മറ്റുമൊക്കെ കുഴിച്ച് നമ്മൾ ചെല്ലുകയാണെങ്കിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണുന്ന മണൽ, കക്ക, സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ എന്നിവ ഇപ്പോഴും സുലഭമാണ്. അതുമാത്രമല്ല, ഈ അറബിക്കടൽ ക്രിസ്തുവിന് മുമ്പുള്ളതായ കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഈ ദേവാലയത്തിനടുത്ത് വരെയും കയറിക്കിടന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു അപ്പർ കുട്ടനാട് പ്രദേശമാണ്. അപ്പോൾ ഈ അറബിക്കടൽ അങ്ങ് പുറക്കാട് ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയതിന് ശേഷം ആ മണൽ ബെഡിലേക്ക് 3 നദികൾ, അച്ചൻകോവില്, പമ്പ, മണിമല, ഈ 3 നദികൾ കൊണ്ടുവന്ന് എക്കൽ നിറച്ച ഒരു പ്രദേശമാണ് കുട്ടനാടെന്ന് പറയും. അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമാണ് ഈ നിരണം പ്രദേശം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു സമുദ്ര തീരമായിരുന്നു. ഇവിടെ ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു തുറമുഖം സ്ഥിതി ചെയ്തതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നെൽക്കണ്ട എന്ന് പറയുന്ന ഒരു പുരാതന തുറമുഖത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത, ഇവിടെ അടുത്ത് നാക്കട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് ആ തുറമുഖത്തിൻ്റെ ഒരു പേരായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുകയും പറയും. ഇത് കൂടാതെ തന്നെ
യഹൂദന്മാരുടെ ഒരു കോളനി അല്ലെങ്കിൽ ഒരു വ്യാപാര കേന്ദ്രം കൂടെയായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന മർത്തോമാ ശ്ലീഹ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്ന ഒരു ശ്രേഷ്ഠ കാര്യം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാർ ഏത് ദേശത്ത് പോയാലും അവരുടെ സ്വന്തം ജനം താമസിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അത് സുനഗോഗുകളിലേക്ക് ചെന്ന് അവർ ദൈവവചനം പ്രസംഗിക്കുന്നതായിട്ട് വിശുദ്ധ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ സാക്ഷീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ കടന്ന് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അനുമാനത്തിലെത്താനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഒരു യഹൂദന്മാരുടെ തുറമുഖ പട്ടണമായ വ്യാപാര കേന്ദ്രത്തിലുള്ള ഒരു കോളനിയിലേക്ക് സ്വന്തം ജനത്തെ അന്വേഷിച്ചായിരിക്കാം മർത്തോമാ ശ്ലീഹ കടന്നു വരികയും പിന്നീട് ഈ ദേശത്തുള്ളവരോട് സുവിശേഷം നടത്തുകയും ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ അടുത്തുള്ള തോമത്ത് കടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് അരുമശിഷ്യനായിരിക്കുന്ന മർത്തോമാ ശ്ലീഹ വന്നിറങ്ങുന്നത്. അദ്ദേഹം ആദ്യം നാട്ടിയ ഒരു കുരിശ് എടുത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസം, സുവിശേഷം ഇവിടെ പറയുമ്പോൾ ഇതൊരു പുതിയ വിശ്വാസമാകുന്നത് കൊണ്ട് അതിൽ രസിക്കാത്ത ചിലർ അതെടുത്ത് എറിഞ്ഞു കളയുകയും പിന്നീട് അത് ഈ സ്ഥലത്ത് സമുദ്രമാർഗത്തിൽ അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ വന്ന് അടിയുകയും ഇവിടെ ഈ കുരിശ് വീണ്ടും എടുത്ത് സ്ഥാപിച്ച് ഇത് ദേവാലയമായി രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥയും പാരമ്പര്യവുമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ 2000 വർഷത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള മലങ്കര സഭയിലെ അതിപുരാതനമായ ഒരു ദേവാലയം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെക്കു ഭാഗത്തുള്ള എല്ലാ ദേവാലയങ്ങളുടെയും തലപ്പള്ളി കൂടെയാണ്. അത് സഭാ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ദേവാലയങ്ങൾ പ്രമുഖമെന്ന് പറയുന്നത് ചമ്പക്കുളമാണ്. കല്ലൂർക്കാടെന്നാണ് നേരത്തെ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളി ഇവിടെ നിന്ന് പിരിഞ്ഞിട്ടുള്ളതാണ്. സഭാ വ്യത്യാസമന്യേ എല്ലാ ദേവാലയങ്ങളും, പ്രത്യേകിച്ച് ഈ തെക്കൻ തിരുവിതാംകൂറിൽ കാണുന്ന ദേവാലയങ്ങളുടെ അമ്മ അല്ലെങ്കിൽ മാതാവ് കൂടെയാണ് ഈ ദേവാലയം എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദേവാലയം 4ാമത്തെ ദേവാലയമാണ്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 3 ദേവാലയങ്ങളോളം അത് പുനർനിർമ്മിക്കപ്പെട്ട് ഇത് 4ാമത്തെ ദേവാലയമാണ്. അതുകൊണ്ട് ആ ദേവാലയത്തിൻ്റെ അനുബന്ധ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജിതിനച്ചന് നിങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഷിബുവച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ AD 54 സ്ഥാപിതമായ ഈ ദേവാലയം പിന്നീട് പലതവണ പുനർനിർമ്മിച്ചിട്ടുണ്ട്. 1912 ഈ കാണുന്ന 4ാമത്തെ ദേവാലയം പുനർനിർമ്മിച്ചത്. അതേപോലെ തന്നെ കൂദാശ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ആരാധനയ്ക്കായിട്ട് തുറന്ന് കൊടുത്തതും. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ചീഫ് എഞ്ചിനീയറായ വാൾട്ടർ M. മാത്യൂസ് എന്ന ഒരു എഞ്ചിനീയറാണ് ഇതിൻ്റെ ശില്പി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേപോലെ തന്നെ 5 വിശുദ്ധ മദ്ബഹകളാണ് ഈ ദേവാലയത്തിനുള്ളത്. നടുക്കത്തെ വിശുദ്ധ മദ്ബഹ അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. സൈഡിൽ 2 മദ്ബഹ, ഒന്ന് പരിശുദ്ധനായ ഗീവർഗീസാദയുടെ നാമത്തിലും, തെക്കുവശത്തെ വിശുദ്ധ മദ്ബഹ പരിശുദ്ധനായ സുറിയാനി പരിശുദ്ധനായിരിക്കുന്ന ബഹനാൻ സഹദയുടെ നാമത്തിലുമാണ് സ്ഥാപിതമായിരിക്കുന്നത്. പിന്നീട് കാണുന്ന ഈ ചെറിയ 2 മദ്ബഹ, ഇത് 2 കബറിടങ്ങളാണ്. ഒന്ന് മർത്തോമ 2ാമൻ പിതാവിൻ്റെയും ഒന്ന് മർത്തോമ 5ാമൻ പിതാവിൻ്റെയും കബറിടങ്ങളാണ്. മർത്തോമൻ 2ാമൻ പിതാവിനെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ തോമാശ്ലീഹയുടെ നാമത്തിൽ പിന്നീട് ഒരു പരിശുദ്ധ ത്രോണോസ് പണിയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മർത്തോമ 5ാമനെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്ത് സ്തേഫാനോ സഹദയുടെ നാമത്തിൽ ഒരു ത്രോണോസ് പണിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കൂദാശ ചെയ്ത് 5 മദ്ബഹ ഉള്ള ദേവാലയമായിട്ട് ഇത് ആരാധന കഴിച്ച് വരികയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ വെച്ച് നടന്ന മറ്റൊരു വലിയ ചരിത്ര സംഭവമാണ് 1912, അതായത് ഈ ദേവാലയം, പുതിയ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടതിന് ശേഷം 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതി പൂർണ്ണമാകുന്ന സ്വാതന്ത്ര്യത്തിൽ ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭരണം നിർവഹിക്കാനും കൗദാശികമാകുന്ന കാര്യങ്ങളൊക്കെയും ഈ സഭയ്ക്കുള്ളിൽ തന്നെ നിർവഹിക്കുവാനും ഒക്കെയും സാധിക്കുന്ന തരത്തിൽ കാതോലിക്കേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ സ്ഥാനം ഈ സഭയിൽ സ്ഥാപിക്കപ്പെട്ടു. ചരിത്ര പ്രസിദ്ധമാകുന്ന ഒരു കാര്യമാണ്. അതിനും ഈ ദേവാലയം സാക്ഷ്യം വഹിച്ചു എന്നത് ഒരു അനുഗ്രഹീതമാകുന്ന, ഭാഗ്യകരമാകുന്ന ഒരു കാര്യമാണ്. നിരണം കുരിശ്, അതൊരു പ്രത്യേക രൂപത്തിലാണ് ഈ കുരിശ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനെ അർത്ഥമാക്കുന്നത് ആകാശവും ഭൂമിയും ബന്ധിപ്പിക്കുന്നു എന്നുള്ള ഒരർത്ഥമാണ് ഇതിന് നൽകുന്നത്.
സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് നൽകുന്നു എന്നുള്ളൊരു സൂചനയും ഈ നിരണം കുരിശിന് അർത്ഥമായിട്ട് നമുക്ക് കാണാം. ഈ നിരണം കുരിശ് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ആ കുരിശ് കണ്ടെത്തിയത് ഒറ്റക്കല്ലിൽ തീർത്തതാകുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മാമോദീസ തൊട്ടിയിൽ നിന്നുമാണ്. ഈ മാമോദീസ തൊട്ടിയുടെ ഈ താഴ്വശത്തായിട്ട് ആ കുരിശ് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ തടിയിൽ കൊത്തി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതേപോലെ തന്നെ മറ്റ് പല രൂപങ്ങളും ഈ മാമോദീസ തൊട്ടിയുടെ ഈ കല്ലിൽ കൊത്തി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കുരിശ്, അതും നമ്മൾ ഈ മാമോദീസ തൊട്ടിയിൽ നിന്ന് കണ്ടെടുത്ത് അത് ഈ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ ദേവാലയത്തിൻ്റെ കവാട ഭാഗത്തുമൊക്കെയും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരു കുരിശിൻ്റെ രൂപം നമുക്കത് ദർശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിരണം പള്ളിയിലെ സെക്രട്ടറിയായ തോമസ് ചേട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത്. തോമസ് ചേട്ടാ, ഈ വിളക്കിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും മോളെ, ഇത് വളരെ പുരാതനമായ ഒരു വിളക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ നടുക്ക് ഒരു കുരിശുണ്ട്, യേശുക്രിസ്തുവിന്റെ പ്രതീകമാണ്. അതിന്റെ ചുറ്റും നമുക്ക് 24 വിളക്കുകൾ കത്തിക്കാം. അത് വെളിപാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന മൂപ്പന്മാർ, എൽഡേഴ്സിനെ പ്രതീകമായിട്ടാണ് ഇത്. അതിന് ചുറ്റിനും നമുക്ക് 12 തിരികൾ കത്തിക്കാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പ്രതീകമായിട്ടാണ് ഈ 12 വിളക്കുകൾ നമുക്ക് കത്തിക്കാൻ പറ്റുന്നത്. അത് നടുക്ക് യേശുക്രിസ്തു, അത് കഴിഞ്ഞ് എൽഡേഴ്സ്, മൂപ്പന്മാര്, അത് കഴിഞ്ഞാൽ പിന്നെ ശ്ലീഹന്മാര്. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് അതിപുരാതന ഇത് മാതൃദേവാലയം എന്നുള്ള രീതിയിൽ ഈ ഇതിനടുത്തുള്ള ഏത് പള്ളികളിൽ എന്തെങ്കിലും പ്രത്യേകത വിശേഷങ്ങളുണ്ടെങ്കിൽ, പെരുന്നാളുകളായിക്കോട്ടെ, ജൂബിലി ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെന്നതിൽ ഇവിടെ വന്ന് തിരി കത്തിച്ചിട്ടാണ് അവർ പോകുന്നത്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കെടാവിളക്ക് ഒരിക്കലും കിടത്തില്ല. ഇത് ഗോത്തിക് സ്റ്റൈലിൽ പണിതേക്കുന്ന ഒരു പള്ളിയാണ്. ഇപ്പം 116 വർഷങ്ങൾക്ക് മുമ്പ് പണിത പള്ളിയാണ് ഇത്. 12 വർഷം എടുത്തു ഈ പള്ളി തീരാനായിട്ട്. ഇത്തരം 13 ആർച്ചസ് ഉണ്ട് ഇവിടെ. 5 എണ്ണം എൻ്റെ ഇടതുവശത്ത്, 5 എണ്ണം എൻ്റെ വലതുവശത്ത്. 3 മധുബാഹകളും ആർച്ചസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കമ്പിയില്ല, സ്റ്റീൽ വർക്ക്സ് ഇല്ല, പകരം ഹാർഡ് റോക്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ലോഡ് ബിയറിംഗ് ആർച്ചസ് ആണ്. ഈ ആർക്കിടെക്ചർ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് ഇതെങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള എല്ലാ വർഷവും വന്ന് പഠിക്കാറുണ്ട്. കാരണം ഇത് സിമെന്റ് ഇല്ല. മുല്ലപ്പെരിയാർ ഡാം പണിതേക്കുന്ന സുർക്കി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സുർക്കി ഇട്ടാണ് ഇത് പണിതേക്കുന്നത്. അപ്പോൾ സിമെന്റ് ഇല്ലാതെ ആ കാലത്ത് സുർക്കിയും കമ്പിയില്ലാതെ ഹാർഡ് റോക്ക് ഉപയോഗിച്ചാണ് ഇത് പണിതേക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ദേവികാലിൽ യാതൊരു കുഴപ്പവും ഈ പള്ളിക്കില്ല. 116-12 വർഷത്തോളമായി. ആയിരത്തി 1912 കൂദാശ ചെയ്തപ്പെട്ട പള്ളിയാണിത്. അതിനുശേഷം 2007 ഇതിനെ മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ 2 കൽപ്പനകളാണ് ഇംഗ്ലീഷും മലയാളത്തിലുള്ളത്. 2007 ഇത് മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, 1912 ഫെബ്രുവരി 14-ാം തീയതിയാണ് ഇത് കൂദാശ ചെയ്യപ്പെടുന്നത്. നമുക്കിനി ഇവിടുത്തെ ഈ കൽവിളക്കുകൾ കാണാം. പെരുന്നാളുകളിൽ, ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ തിരിയിട്ട് കത്തിക്കുന്ന ഒരു വിളക്കാണിത്. ഇതും അതിപുരാതനമാണ്. എന്നാണ് ഇത് ഉണ്ടാക്കുന്നത് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല. അത്ര പുരാതനമായ കൽവിളക്ക്. അതിൽ മെറ്റിക്കുലസ്ലി ദേഹാവ് വളരെ ഭംഗിയായ രീതിയിൽ അത് ചില കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 600 വർഷം പഴക്കമുള്ള ഒരു സ്മൃതി മന്ദിരമാണിത്, കെട്ടിടമാണിത്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മളിനിയും കാണാൻ പോകുന്നത് സെന്റ് തോമസിന്റെ റിലിക്സ് വെച്ചേക്കുന്ന സ്ഥലമാണിത്. ഇറാഖിലുള്ള മൂസൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും 1964 ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്.
നിറണംപള്ളിക്കൊരു വലിയ പൊന്നും കുരിശുണ്ടായിരുന്നു. 900 പവനായിരുന്നു അതിൻ്റെ തൂക്കം. അത് കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നപ്പോൾ അവരുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു മുറിയായത്. 1916 ഈ സംഭവം. ഇതിനെ സംബന്ധിച്ചിട്ട് മലയാള മനോരമയിൽ 1916 ജൂണിൽ ഇറങ്ങിയ ഒരു വാർത്തയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തും കൊണ്ട് തല മുതൽ പാദം വരെ ഒരു അങ്കി ധരിച്ച് കാണപ്പെട്ടത് നിമിത്തം അവർക്ക് കുരിശെടുക്കാൻ പറ്റിയില്ല. അതാണിത്. ഈ പേപ്പർ മലയാള മനോരമയുടെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ബെഹനാൻ സഹദ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണിത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പൊന്നും കുരിശെടുക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർ വരുമ്പോൾ അവരുടെ മുമ്പിലാണ് ബെഹനാൻ സഹദ പ്രത്യക്ഷപ്പെടുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് വന്ന് അവരെ തടയുന്നതായിട്ടാണ്. അതാണ് ഇവിടുത്തെ മധുബാഹ, നിറണംപള്ളിയുടെ മധുബാഹ ഒരെണ്ണം വിശുദ്ധ ബെഹനാൻ സഹദയുടെ ആവും. ചേട്ടൻ്റെ വീടാണോ അതോ? അല്ല, ഇത് പണ്ട് കാലത്ത് നെല്ല് ഇട്ടുകൊണ്ടിരുന്ന അറകളാണിത്. അതോടൊപ്പം തന്നെ VIPs വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള മുറികളൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട്. വളരെ ചെറിയ മുറികളാണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. പിയാത്തോയെ പറ്റി കേട്ടിട്ടുണ്ട്? മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തോ കേട്ടില്ലേ? ഇത് ഭാരതീയ സ്റ്റൈലിലുള്ള ഒരു പിയാത്തോ. ഇത് മാതാവിൻ്റെ കയ്യിലെ യേശുക്രിസ്തു കിടക്കുന്ന ഒരു രൂപമാണിത്. അത് പഴയ പള്ളിയിലെ അതിൻ്റെ ഏതോ ഭിത്തിക്കകത്തിരുന്നതാണ്. അത് ഒരു ഭാരതീയ സ്റ്റൈലിൽ ഇങ്ങനെ തടി കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് താളിയോലകളാണ്. ഇത്തരം 2500 താളിയോല ഈ പള്ളിക്കുണ്ട്. 1837 മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ, അതുപോലെ തന്നെ ഇവിടെ താമസിച്ചിരുന്ന പിതാക്കന്മാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ എല്ലാം 4 ഭാഷയിലുണ്ട്. ഇത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. മലയാളം പ്രാചീന മലയാളത്തിലാണ്. നമുക്ക് വായിക്കാൻ അത് പ്രയാസമാണത്. ഈ താളിയോലകളെല്ലാം ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയിട്ട് അവർ അത് പ്രിസർവ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇത് 600 വർഷം പഴക്കമുള്ള എലച്ചാറിൽ പണിത ചിത്രങ്ങളാണ്. ഇതിവിടുത്തെ പഴയ പള്ളിയിലെ ഇരുന്ന ചിത്രങ്ങൾ നമ്മൾ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചേക്കുക. ഇവിടെ ഒരു വടിയുണ്ട്. ഈ വടി എന്ന് പറയുന്നത് എത്യോപ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ആരാധനകൾ എന്ന് പറയുന്നത് 3-4 മണിക്കൂർ നീണ്ടതാണ്. അപ്പോഴത്തേക്ക് ആൾക്കാർ ടയർഡാകുമ്പോൾ അവരത് ഇങ്ങനെ വെക്കും. ചിലർ അതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു കൈത്താങ്ങ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ളതായത്. പരുമല തിരുമേനിയൊക്കെ താമസിച്ചിരുന്ന മുറിയാണിത്. വളരെ സൂക്ഷിച്ച് വേണം അകത്ത് കയറാൻ. കാരണം ഇത് വളരെ ലോ ബീമാണിത്. ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടാണ് പരുമലപ്പള്ളി പണിയുന്നത്. അദ്ദേഹം ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം 20 വർഷത്തോളം ഈ ചെറിയ മുറിക്കകത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. നമുക്കിനി അകത്തേക്ക് കയറാം. ഇതൊക്കെ പഴയ കാലത്തെ സാധനങ്ങളാണ്. ഇത് ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ ബോട്ടിലുകളാണിത്. അവിടെ നിന്ന് വന്ന ആരോ ഇവിടെ പള്ളിക്ക് സംഭാവന നൽകിയതാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം 3ാമത്തെ പള്ളിയുടെ മേൽക്കൂരയിൽ ഇരുന്നിട്ടുള്ള സാധനങ്ങളാണിത്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതിനകത്തുള്ള മാലാഖമാരുടെ പടങ്ങളാണ്. അതെല്ലാം ഭാരതീയ മുഖങ്ങളാണ്. അതുപോലെ തന്നെ ഇതിലുള്ള കൊത്തുപണികളൊന്ന് ശ്രദ്ധിക്കപ്പെടുകയാണ്. അന്നത്തെ കാലത്തെ കൈകൊണ്ട് പണിത കൊത്തുപണികളായതെല്ലാം. ഇത് 3ാമത്തെ പള്ളിയുടെ മേൽക്കൂട്ടയാണ്. മധുബാഹയുടെ മേൽക്കൂട്ടയാണിത്. മേക്കട്ടി എന്നൊക്കെ പറയുന്നതാണ്. ഇത് മേളിൽ വെച്ചിരുന്നതാണിത്. ഇത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ കൊത്തുപണികളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ കൊത്തുപണികളൊക്കെ നടത്തിയേക്കുന്നത്. നമുക്കിനിയും ഇതിൻ്റെ നിലവറ കാണാം. അത് നമ്മുടെ താഴത്തെ മുറിയിലോട്ടാണ് പോകുന്നത്. അവിടെ ധാരാളം പഴയ വസ്തുക്കൾ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചേക്കുന്നത്. പിന്നെ താളിയോലകളുണ്ട്, റോമിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. വന്നാട്ടെ. അവിടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഇവിടെ വന്നിരുന്ന വൈദികരെ ഒക്കെ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങളാണ്. ഒന്ന് കാളവണ്ടിയുണ്ട്, പിന്നെ വള്ളങ്ങളുണ്ട്. അതിനങ്ങപ്പുറത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കലപ്പ എന്ന് പറയുന്ന സാധനം, വെള്ളം കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നിരണത്തിൻ്റെ ഭാഗങ്ങളൊക്കെയും വളരെ വെള്ളക്കെട്ടാണ്. അപ്പം അന്ന് ഈ വള്ളത്തെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. കയറി അകത്തിരുന്നാലും നനയത്തൊന്നുമില്ല കേട്ടോ. അതുപോലത്തെ ഒരു സെറ്റപ്പ് അതിൻ്റേത്. നമ്മൾ തോമത്ത് കടവിൽ എത്തിച്ചേർന്നു. ഇതൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്.
ഈ കടവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാർത്തോമാ ശ്ലീഹ ആദ്യമായിട്ട് വന്നിറങ്ങിയെന്ന് പറയുന്ന കടവായത് തോമത്ത് കടവ്. അതാണിത്. പണ്ട് കാലത്ത് വളരെയധികം വീതി ഉണ്ടായിരുന്ന ഒരു ചാലാണിത്. പമ്പാ നദിയിൽ നിന്ന് അതിൻ്റെ പോഷക നദിയായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഈ ചാല് നേരെ പോകുന്നത് പുറക്കാട് ആലപ്പുഴയ്ക്കുള്ള കടൽ തീരത്തേക്കാണ് ഇത് പോകുന്നത്. അപ്പം പായ്ക്കപ്പലുകൾ ധാരാളം ഇതുവഴി വന്നിരുന്നു. ഇവിടെ മാർത്തോമാ ശ്ലീഹ വരാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് ചാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വാണിജ്യ കേന്ദ്രം, വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. അവിടെ യഹൂദന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരെ തിരക്കിയാണ് മാർത്തോമാ ശ്ലീഹ ഇവിടെ എത്തുന്നത്, ഇവിടെ കുരിശ് സ്ഥാപിക്കുന്നതും മറ്റുള്ള സമുദായക്കാരെ മാമോദീസ മുക്കി ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർക്കുന്നതൊക്കെ ഇടാം. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഇത് പള്ളിയുടെ മുൻവശത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് കുരിശ് ആദ്യമായിട്ട് കണ്ടെടുക്കുന്നതും മാർത്തോമാ ശ്ലീഹ ഇവിടെ സ്ഥാപിക്കുന്നതും അതിനുശേഷം അദ്ദേഹം നമ്മുടെ പൂർവികരെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതും ഇവിടെ വെച്ചാണ്. അതാണ് ഈ ശ്ലീഹാ സ്മൃതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ധ്യാന മന്ദിരമാണ് ഇവിടെ. നമ്മൾ നേരത്തെ പോയി കണ്ട് കടവില്ലേ, ആ കടവിൻ്റെ ഒരു ചാലായത്, അതുവഴി ഇത് വരുന്നത്. ഈ കടവിൽ വെച്ചാണ് നമ്മുടെ പൂർവികരെയൊക്കെ മാർത്തോമാ ശ്ലീഹ ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചത്. ഒരു കാലത്ത് ഈ പ്രദേശം കടൽപ്പുറമായിരുന്നു. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. കക്കയും ചിപ്പിയും കടൽ മണ്ണുകളും ഒക്കെ ഈ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അല്പം കിഴക്കുള്ള ഒരു പ്രദേശത്തിൻ്റെ പേര് പോലും കടപ്ര എന്നാണ്. കടപ്പുറം ലോപിച്ച് ഉണ്ടായ സ്ഥലം കടപ്ര. അത് ഇവിടെ ഒരു വിശേഷ തുറമുഖമുണ്ടായിരുന്നു. അത് നാക്കട. അതിന് നീർക്കിണ്ട എന്നാണ് പുരാണങ്ങളിലും ചരിത്രരേഖകളിലും ഒക്കെ അറിയുന്നത്. ആ നീർക്കിണ്ടയിൽ അന്ന് യഹൂദന്മാരും മറ്റുള്ള വിശ്വാസികളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് മാർത്തോമാ ശ്ലീഹ ഈ ഭാഗത്തേക്ക് വരുവാനുണ്ടായ കാരണം. ഇതൊരു വലിയ വ്യവസായ കേന്ദ്രമായിരുന്നു നിരണം. അപ്പോൾ ഈ നീർക്കിണ്ട തുറമുഖത്തു നിന്ന് അദ്ദേഹം നിരണത്തെ ലക്ഷ്യമാക്കി പമ്പാ നദിയിലൂടെ വന്ന് തോമത്ത് കടവിലിറങ്ങി അവിടെ നിന്ന് നേർകടവ് എന്ന് പറയും. തോമത്ത് കടവിൽ നോക്കിയാൽ പോലും കാണാവുന്ന സ്ഥലമാണ് ഈ നേർകടവ് എന്ന് പറയും. ആ നേർകടവിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു വന്ന് ഒരു കുരിശ്, അത് കുരിശ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സങ്കല്പത്തിൽപ്പെട്ട കുരിശൊന്നും അല്ലെങ്കിലും ഒരു കുരിശ് അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം അത് അവിടെ സ്ഥാപിച്ചു. അതാണ് നേർകടവിൽ അദ്ദേഹം സ്ഥാപിച്ച കുരിശ്. എന്നാൽ ആ കുരിശ് ഒഴുകി ഈ പള്ളിയുടെ മുൻവശത്തുള്ള, ഇപ്പോൾ കാണുന്ന ഈ പള്ളിയുടെ മുൻവശത്തുള്ള കടവിൽ വന്നടിയുകയായിരുന്നു. അങ്ങനെ തോമാ ശ്ലീഹ 52 വന്നിട്ട് തിരിച്ചുപോയി 54 വരുമ്പോൾ അദ്ദേഹം വന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ കുരിശ് ആ സ്ഥാനത്ത് കാണാതിരുന്നുകൊണ്ട് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ഭാഗത്ത് അത് കണ്ടെത്തുകയും നമ്മുടെ ഇപ്പോൾ കാണുന്ന ആ കടവിൽ അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്തു. തോമാ ശ്ലീഹ 1952 വന്ന് 54 ഇവിടെ ദേവാലയം സ്ഥാപിച്ചു കഴിഞ്ഞ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ മരണപ്പെടുന്നവരെ അടക്കം ചെയ്ത സെമിത്തേരിയാണ് ഈ പള്ളിയുടെ വടക്കുഭാഗത്തായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 54 ലോകത്തെവിടെയും ക്രിസ്ത്യാനികളെ അടക്കം ചെയ്യുന്ന സെമിത്തേരികളില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പുരാണമായ, ലോകത്തിലെ തന്നെ ഏറ്റവും പുരാണമായ ക്രിസ്ത്യൻ സെമിത്തേരി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്ന ഒരു കൽക്കുരിശ്, അതിൻ്റെ ഒരു വലിയ പ്രത്യേകത കേരളത്തിലെങ്ങും ഇതുപോലെയുള്ള ഒരു കൽക്കുരിശ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഒരു കല്ലേലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു കുരിശാണ്. വിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ രക്തസാക്ഷിത്വ പെരുന്നാളാണ് ഡിസംബർ 20, 21 തീയതികളിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ നടത്തുന്നത്. ഇവിടെ ചരിത്ര പ്രാധാന്യമുള്ള ചെമ്പെടുപ്പ് മുതൽ ഭക്തി നിർഭരമായ റാസ ഉൾപ്പെടെ ആത്മീയവും യുവജന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒട്ടനവധി പരിപാടികൾ ഇവിടെ ആ സമയത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാനാജാതി മതസ്ഥർ ആ പെരുന്നാളുകളിൽ പങ്കെടുക്കുകയും വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും കന്യാമറിയാമിൻ്റെയും അനുഗ്രഹം ഈ പള്ളിയിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. AD 54 മുതൽ ഇതുവരെയുള്ള ഈ പള്ളിയുടെ ചരിത്ര പ്രാധാന്യം നഷ്ടപ്പെടുത്താതെ ഇത് കാത്തു സൂക്ഷിക്കാൻ ഒരു യുവജന സമൂഹം ഈ പള്ളിയിലുണ്ട്. ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരുമാണ്. ഷാലോൺ TV കാണുന്ന പ്രേക്ഷകരെല്ലാവരും നിരണം പള്ളി സന്ദർശിക്കുക, ശ്ലീഹായുടെ അനുഗ്രഹം പ്രാപിക്കുക.
വലിയ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു ദേവാലയത്തിലേക്ക് വരുവാൻ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ വരവ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വിശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ